ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ടൊന്നുമല്ല, എൻ്റെ പഴയ വീഡിയോ കുറച്ച് സെക്യൂരിറ്റി ഇഷ്യൂസ് കാരണം എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പം സെയിം ഒരു ഇൻട്രോ പറഞ്ഞ് ഞാൻ ആ വീഡിയോ ഒന്നും കൂടി റീപോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാനിപ്പോൾ കറൻ്റ് ഉള്ളത് സ്ലൊവേനിയയിലാണ്. ആൻഡ് ഞാൻ ഇവിടുത്തെ ഷോപ്പിംഗ് എങ്ങനെയാണ്, ഇവിടുത്തെ ഓഫർ, ലിഡിൽ, സ്പാർ ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള ഒരു ഫസ്റ്റ് വീഡിയോ ആയിരുന്നു ഞാൻ എടുത്തിരുന്നത്. അപ്പോൾ അത് ഡിലീറ്റ് ചെയ്തു, അതിൻ്റെ കുറച്ച് ഇഷ്യൂസ് കാരണം. അപ്പോൾ ഞാൻ ഒന്നും കൂടി അത് പോസ്റ്റ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും കാണാം. ഓക്കെ, ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്കിതാ ഫുൾ സെൻറ്റർ മാരിബറിലാണ് ഞാനുള്ളത്. സ്ലൊവേനിയയിൽ മാരിബറും ലുബ്ലിയാനയാണ് ഇവിടുത്തെ രണ്ട് മെയിൻ സിറ്റി എന്നൊക്കെ പറയാം. അതിലിവിടെ നോക്കിയാൽ എനിക്കിതാ ഫുൾ സെൻറ്റർ കാണാൻ പറ്റും. സൂപ്പർ പ്ലേസാണ്. ചുരുക്കം പറഞ്ഞാൽ ഞാനൊരു മലയുടെ മുകളിലാണ് കാണുന്നത്. ഞാനിവിടെ എത്തിയിട്ടിപ്പം ഓൾമോസ്റ്റ് 6 മന്ത് ആവാനായി. വന്ന സമയത്തൊക്കെ ഭയങ്കര തണുപ്പായിരുന്നു. നമുക്ക് ജാക്കറ്റിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് നമുക്കിവിടെ ഭയങ്കര വെയിലാണ്. പ്രതീക്ഷിക്കാതെ കഴിഞ്ഞ ആഴ്ച ഭയങ്കര മഴയായിരുന്നു. ഇപ്പോൾ ഇതാ വീണ്ടും വെയിൽ. ഇങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ. കറക്റ്റായിട്ടൊരു ക്ലൈമറ്റ് ഇല്ല. ഇപ്പോൾ രാവിലെ വെയിലായിരിക്കും, നമ്മളിങ്ങനെ പോകും. വൈകുന്നേരം മഴയാണോ മഞ്ഞാണോ എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇന്നിപ്പോൾ നമുക്ക് നല്ല വെയിലാണ്. അപ്പം നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഭയങ്കര ബിസി ഷെഡ്യൂളാണ്. ക്ലാസ്, വർക്ക്. ഇന്നിപ്പോൾ ഫ്രീ ആയിട്ടുള്ളൊരു ഡേ ആയതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാമെന്ന് പ്ലാൻ ചെയ്ത് ഇങ്ങനെ ഇറങ്ങിയത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വ്യൂ ഒക്കെ കണ്ട് ലിഡിലിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ചു വരുന്നത് വരെ ഞാൻ ഇങ്ങനെ വെറുപ്പിക്കുന്നതായിരിക്കും. എനിക്കിപ്പം ഇവിടെ നിന്ന് നോക്കിയാൽ നമ്മുടെ ഇവിടെ ഏറ്റവും അടുത്തുള്ള ട്രെയിൻ സ്റ്റേഷൻ കാണാൻ പറ്റും. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്ര അടുത്തുനിന്ന് കാണാൻ പറ്റുമെങ്കിൽ എനിക്ക് ട്രെയിൻ സ്റ്റേഷനിലേക്ക് വീട്ടിൽ നിന്ന് 1.5 കിലോമീറ്റർ നടക്കണം. ഇവിടെ വന്ന് എവിടേക്കും നമുക്ക് നടക്കാനുള്ള ദൂരമുള്ളൂ. പറയുമ്പോൾ 2 കിലോമീറ്റർ 3 കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞാലും ഈ വ്യൂ ഒക്കെ കണ്ട് നമുക്ക് നടക്കാൻ ഭയങ്കര എന്താ പറയുക, നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ്. എത്ര ദൂരം നടന്നാലും നമുക്ക് നടക്കുന്നത് ഒരു പ്രശ്നമായി ആദ്യമൊക്കെ തോന്നിയാലും പിന്നെ നമ്മളതായിട്ട് സെറ്റായിട്ട് അങ്ങനെ പോകും. അപ്പോൾ നമുക്കിനി ഒരു 1 കിലോമീറ്റർ നടന്നിട്ട് ട്രെയിൻ സ്റ്റേഷൻ അടുത്തുനിന്ന് കാണാം. ഇന്നിപ്പം എൻ്റെ ചാനലിൻ്റെ പേര് ഫുഡ് ക്യൂസ്റ്റ്. മെയിനായിട്ട് ഞാൻ കുക്കിംഗ് വീഡിയോസാണ് ഉദ്ദേശിക്കുന്നത്. എനിക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, എല്ലാവരും ഫോളോ ചെയ്യണം. ഫുഡ് ക്യൂസ്റ്റ് 73. സെയിം ഫുഡ് തന്നെയാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇന്നിപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടെ എങ്ങനെയാണ് ഷോപ്പിംഗ്, എവിടെ നിന്നാണ് നമ്മൾ ഗ്രോസറീസ്, വെജിറ്റബിൾസ് എല്ലാം വാങ്ങുന്നത്, ഇതെല്ലാം കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇനി വരും ദിവസങ്ങളിൽ അടിച്ചു മാറ്റിയതും സ്വന്തം റെസിപ്പീസും നമ്മൾ പിന്നാലെ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എൻ്റെ പേജ് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ നന്നായി സപ്പോർട്ട് ചെയ്ത് എന്താ പറയുക, എൻ്റെ വീഡിയോസ് കാണണം. അത്രയ്ക്കുള്ളൂ. ഇന്ന് നമുക്ക് ഷോപ്പിംഗ് മാത്രമേ ഉള്ളൂ. ഓക്കെ. പിന്നെ മറ്റൊരു കാര്യം എടുത്ത് പറയേണ്ടത്, ഇവിടെ ഭയങ്കര നീറ്റാണ് സ്ഥലം. ഇപ്പം നമ്മുടെ നാട്ടിൽ ഞാൻ കുറ്റായിട്ട് പറയുന്നല്ല, പക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പം നമ്മുടെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ വേസ്റ്റ് കൂട്ടിയിടും, ഫുഡ് വേസ്റ്റ്, പ്ലാസ്റ്റിക് വേസ്റ്റ് കത്തിക്കുക. പക്ഷെ ഇവിടെ എല്ലാം കറക്റ്റായിട്ട്, ഇവിടുത്തെ സിസ്റ്റം അങ്ങനെയാണ്. ഇവിടെ കറക്റ്റായിട്ട് അവരത് കളക്ട് ചെയ്ത് കൊണ്ടുപോകും. പിന്നെ വീക്കിലി വരും ഫുഡ് വേസ്റ്റ് കളക്ട് ചെയ്യാൻ, പ്ലാസ്റ്റിക് വേസ്റ്റ് കളക്ട് ചെയ്യാൻ, അങ്ങനെ. പിന്നെ വീടിൻ്റെ ചുറ്റും അത്രയും നീറ്റാണ്. എല്ലാവരും അതങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. പിന്നെ അതുപോലെ എല്ലാവർക്കും ഇവിടെ കൃഷിയും വൃത്തിയും ഒരു പ്രാന്ത് പിടിച്ച പോലത്തെ അവസ്ഥയാണ്. എല്ലാ വീട്ടിലും ഗ്രേപ്സ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്. ഗ്രേപ്സ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഫ്രൂട്ട്സ് എല്ലാം എന്താ പറയുക, നല്ല കൃഷി ചെയ്യുക സ്വന്തം വീട്ടിൽ. എൻ്റെ വീട്ടിലുണ്ട്, ഞാൻ കാണിച്ചു തരാൻ പറഞ്ഞു. അവിടെ ഒനിയൻ ഉണ്ട്, സ്ട്രോബെറി ഉണ്ട്, പിന്നെ അങ്ങനെ എന്തൊക്കെയോ കുറേ സംഭവങ്ങളുണ്ട്. എനിക്കറിയില്ല ഇവിടുത്തെ എന്തൊക്കെയാണെന്ന്. എൻ്റെ ഹൗസ് ഓണർ ഈ പറഞ്ഞ പോലെ ഭയങ്കര വൃത്തിയും ഭയങ്കര എന്താ കൃഷിയെ സ്നേഹിക്കുന്ന ഒരാളൊക്കെ ആയതുകൊണ്ട് എല്ലാം എൻ്റെ വീട്ടിലുണ്ട്. ഞാനൊന്നും നട്ടിട്ടൊന്നുമില്ല. ഞാൻ ആകെ കുറച്ച് പച്ചമുളക് മാത്രമേ നട്ടിട്ടുള്ളൂ, ഇവിടെ അത് കിട്ടാത്തത് കൊണ്ട്. അപ്പം ഇങ്ങനെയാണ് എവിടെ നോക്കിയാലും ഭയങ്കര നീറ്റായിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇതാണ് ഗൈസ് എൻ്റെ വീഡിയോഗ്രാഫർ. ആൾക്ക് മുഖം കാണിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് ആളെ മുന്നേ നടത്തി ഞാൻ ആളുടെ പിൻവശം മാത്രം കാണിച്ചു തരികയാണ്. അപ്പോൾ ആളെനിക്ക് നല്ല അടിപൊളിയായിട്ട് വീഡിയോ എടുത്ത് തരും എന്നുള്ള പ്രതീക്ഷയിലാണ് ആളെ ഞാനിങ്ങനെ നടത്തണത്.
ആള് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വരുന്നില്ല എന്നുള്ള വിശ്വാസത്തിലാണ്, അല്ല വരുന്നുണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ് ആള് നടക്കുന്നത്. പക്ഷെ ഞാൻ ചതിച്ചു ഗൈസ്. ഇപ്പം ഞാൻ നടക്കുകയാണ്. നമ്മൾ അങ്ങ് ദൂരേന്ന് ഞാൻ കാണിച്ചു തന്ന ട്രെയിൻ സ്റ്റേഷൻ ഇതാണ്. അതിൻ്റെ ഫ്രണ്ട് വ്യൂ. അങ്ങനെ ഞാൻ നടന്ന 1.5 കിലോമീറ്ററുകൾ താണ്ടി ഇവിടെ എത്തി ട്രെയിൻ സ്റ്റേഷൻ. ഇവിടുന്ന് എനിക്ക് ഇടുക്കി ഒരു 3/4 കിലോമീറ്റർ എന്തോ ഉണ്ട് തോന്നുന്നു, അല്ല 1/2 കിലോമീറ്റർ ഉണ്ടാവും. അതല്ല ട്രെയിൻ സ്റ്റേഷൻ, ഇതാണ് ട്രെയിൻ സ്റ്റേഷൻ. ഇതിൻ്റെ അപ്പുറത്താണ് നേരത്തെ നമ്മൾ കണ്ട ട്രെയിനുകൾ നിർത്തിയിട്ടിരിക്കുന്നത്. ഇവിടെ വന്നാൽ എനിക്ക് ട്രെയിൻ കിട്ടണമെങ്കിലും ബസ് കിട്ടണമെങ്കിലും ഒക്കെ ഞാൻ നടന്ന് ഇവിടെ വരെ വരണം ഗായ്സ്. പക്ഷെ നല്ല സൂപ്പറാണ് ഇവിടെ. ഐ ലൈക്ക് ഇറ്റ്. ഇതാണ് നമ്മുടെ ട്രെയിൻ സ്റ്റേഷനിലേക്കുള്ള എൻട്രൻസ്. ഇതാണ് ശരിക്കും ഫ്രണ്ട് സൈഡ്. ഒരു എഞ്ചിനൊക്കെ അവരോട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എഞ്ചിനാന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ട്രെയിനിൻ്റെ ഒരു പാർട്ട് ട്രെയിൻ സ്റ്റേഷനാണെന്ന് അറിയാൻ വേണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ്. പക്ഷെ ഇതാണ് ഇവിടുത്തെ ട്രെയിൻ സ്റ്റേഷൻ. ഈ സൈക്കിളുകൾ കണ്ടോ? ഇത് നമുക്കിപ്പം ഇവിടുന്ന് എവിടെയെങ്കിലും ട്രാവൽ ചെയ്യണമെങ്കിൽ ഇതെടുത്ത് നമുക്ക് പോകാം. ഇത് ബൈക്കാണ്. ഇതെടുത്ത് നമ്മൾ 1 അവറിൽ തന്നെ തിരിച്ചിത് ഏതെങ്കിലും ഒരു സ്റ്റേഷനിൽ തിരിച്ചു കൊണ്ടുപോയി വെക്കണം. ഇത് പെർ ഇയർ €3 സംതിങ് എന്തോ ഉള്ളൂ എന്നാണ് നമ്മുടെ സ്ലോവേൻ മല്ലുകൾ എനിക്ക് പറഞ്ഞു തന്ന അറിവാണ് ഇതൊക്കെ. എനിക്കിതിനെ പറ്റി അറിയില്ല. നമുക്കപ്പോൾ ഇവിടെ ട്രാവൽ ചെയ്യാൻ ഇപ്പം നടക്കാനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതെടുത്ത് നമുക്ക് അങ്ങ് തള്ളി പോയാൽ മതി. സുഖമുള്ള പരിപാടിയാണ്. പക്ഷെ 1 അവറിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഇതുപോലെ നല്ല സ്ഥലത്ത് നമ്മൾ തിരിച്ചിത് കൊണ്ട് വെക്കണം. നമ്മുടെ വീട്ടിലുള്ള ബസ് ഇതാണ് ബസ് സ്റ്റേഷൻ. നമ്മുടെ ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് ഒരു 100 മീറ്റേഴ്സേ ഉള്ളൂ. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെ പോകണമെങ്കിലുള്ള ബസ് ഇവിടെ തന്നെ കിട്ടും. നമ്മുടെ അടുത്ത് ട്രാവൽ കാർഡ് ഉണ്ടാവും. ബസ്സിൽ നമ്മൾ ജസ്റ്റ് അത് ടാപ്പ് ചെയ്താൽ മതി. നമുക്ക് എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്യാം. ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റോപ്പ്. നമ്മുടെ നാട്ടിലത്തെ പോലെ ഇങ്ങനെ ആ സെറ്റപ്പ് ഒന്നല്ല. ഇരിക്കാൻ സ്ഥലമില്ലാത്ത പോലെ 2 കമ്പികൾ മാത്രമൊന്നും അല്ല. ഇവിടെ നമുക്ക് ഗ്രാൻഡ് ആയിട്ടൊക്കെ ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇവിടുത്തെ എല്ലാ ബസ് സ്റ്റോപ്പുകളും തന്നെയാണ്. അതുപോലെ ഇതിലെ പോകുന്ന ബസ്സുകളുടെ നമ്പർ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ബസ്സിന്റെ ടൈം, ഇവിടുത്തെ ഒരു റൂട്ട്, പിന്നെ ബസ് ഇതിൽ ഇവിടെ ബസ്സുകൾക്ക് നമ്പർ ആയിരിക്കും. അപ്പം ഏത് നമ്പർ ബസ്സുകളാണ് ഇതിലെ വരിക അതെല്ലാം ഇവിടെ അവര് ഒട്ടിച്ചിട്ടുണ്ടാവും. ലാസ്റ്റ് നമ്മൾ ലിഡിലെത്തിയിരിക്കുകയാണ്. അതാണ് ലിഡിൽ. കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അകത്ത് കയറി ചെറിയൊരു ഷോപ്പിംഗ് നടത്താം. അങ്ങനെ നമ്മൾ ലിഡിലെത്തി. ഇത് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് എല്ലാം ഉള്ളൊരു സെക്ഷനാണ് ഗായ്സ്. ഇവിടുത്തെ സ്ട്രോബെറിക്കൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് കഴിക്കണ പോലെ ഒന്നല്ല, കാണാനുള്ള ഭംഗി പോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവിടെ സ്ട്രോബെറിക്ക് യാഗോഡ എന്നാണ് പറയുക. അതുപോലെ ഇവിടുന്ന് മാത്രം ഞാൻ കഴിച്ചിട്ടുള്ളൊരു ഫ്രൂട്ടാണിത്, മലീന. നമ്മുടെ റാസ്ബെറി നാട്ടിലുണ്ടാവും, ബട്ട് ഞാൻ കഴിച്ചിട്ടില്ല. പിന്നെ അതുപോലെ റേറ്റും നാട്ടിലത്തെ വെച്ച് കുറച്ച് കൂടുതലാണ്, എന്നാലും ഇവിടത്തെ വെച്ചിട്ട് ഓക്കെയാണ്. ഇവിടെ ഞാനിപ്പോൾ കണ്ടതിൽ ഒരുപാട് തക്കാളികൾ കണ്ടു. എനിക്ക് തോന്നുന്നത് ബാംഗ്ലൂർ ഡേയ്സിൽ പറഞ്ഞ മത്തങ്ങയുടെ വലിപ്പമുള്ള തക്കാളി ഇതാണെന്ന് തോന്നുന്നു. അത്രയും വലിപ്പമുണ്ട് ഗൈസ്. ഇവിടെ വെറൈറ്റീസ് ഓഫ് തക്കാളികൾ ഞാൻ കണ്ടു. ഇവിടെ നാട്ടിലെ സൂപ്പർ മാർക്കറ്റ് പോലെ നമുക്ക് ഗ്രോസറീസ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് മാത്രമല്ല, നമുക്കിവിടെ ഡ്രസ്സുകൾ,
ഉണ്ടാവും, അതുപോലെ ഇലക്ട്രോണിക്സ് ഐറ്റംസ്, അങ്ങനെ അത്യാവശ്യം വേണ്ടുന്ന എല്ലാ സാധനങ്ങളും നമുക്കിവിടെ ലിഡിൽ ഓഫറിലെല്ലാം അവൈലബിൾ ആണ്. പിന്നെ ഡ്രിങ്ക്സ് വേണമെങ്കിൽ കിട്ടും. എല്ലാത്തിനും പല സ്ഥലത്ത് പോകേണ്ട ആവശ്യമില്ല. ഒരുവിധം നമുക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം നമുക്ക് ഒരു സ്ഥലത്തു നിന്ന് തന്നെ അവൈലബിൾ ആണ്. ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അരിയാണിത്. നമുക്ക് നാട്ടിലത്തെ കുത്തരി ഒന്നും കിട്ടില്ല. വെളുത്ത അരി, ലൈക്ക് നമ്മുടെ ജയരി പോലത്തെ അരി, പിന്നെ ബിരിയാണി ഉണ്ടാക്കാൻ ബസ്മതി റൈസൊക്കെ അവൈലബിൾ ആണ്. പിന്നെ പാസ്ത, നമ്മുടെ ഗോതമ്പ് പൊടി, റവപ്പൊടി, മൈദപ്പൊടി അതൊക്കെ കിട്ടും. നുറുക്ക് ഗോതമ്പ്, ചോളത്തിൻ്റെ പൊടി അതൊക്കെ കിട്ടും. പിന്നെ ഞാനൊരു വേർമിസെല്ലി എടുത്തിട്ടുണ്ട്, ബട്ട് അത് എഗ് പാസ്തയാണ്. എനിക്കിതുകൊണ്ട് ഉപ്മാവ് ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കൂടുതലും ഇതായിരിക്കും. പിന്നെ നമുക്കിവിടെ ബേക്ക് ചെയ്യാനുള്ള ഐറ്റംസ് എല്ലാം കിട്ടും. ഇതെല്ലാം ഞാൻ ഓൾറെഡി വീട്ടിൽ വാങ്ങി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ഞാൻ കേക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്. അധികം ആർക്കും അറിയില്ലെങ്കിലും എൻ്റെ കുടുംബക്കാർക്കെങ്കിലും അറിയുമായിരിക്കും ഞാൻ കേക്ക് ഉണ്ടാക്കുന്നതും. കേക്ക് ഉണ്ടാക്കി കൊറോണ കാലത്ത് ഞാനത് എൻ്റെ ചിലവിനുള്ള മാർഗമാക്കിയത്. ഇവിടെ ഞാൻ ബേക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ സെയിലിംഗ് ഒന്നുമില്ല, ജസ്റ്റ് ബേക്ക് ചെയ്ത് ഞാൻ തന്നെ കഴിക്കും. ഇതാണ് ഇവിടെ വെറൈറ്റീസ് ഓഫ് പഞ്ചസാരകൾ. ഇവിടെ മെയിനായിട്ടൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഇതൊന്നും സാധനങ്ങൾ എന്താണെന്ന് അറിയാം. ഇവിടെ നമുക്ക് ഏത് സാധനം എടുക്കണമെങ്കിലും ഇത് കണ്ടാൽ നിങ്ങൾക്ക് അറിയാം. അങ്ങോട്ട് നോക്കണ്ട, അത് ഇംഗ്ലീഷാണ്. ഇവിടെ എല്ലാം സ്ലോവേനിയനിലാണ്. ഇവിടെ ട്രാൻസ്ലേറ്റർ ഇല്ലാതെ നമുക്ക് ഒരു സാധനവും വാങ്ങാൻ പറ്റില്ല. അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഗൈസ്, എൻ്റെ വീഡിയോഗ്രാഫർ എന്നെ ചതിച്ചു. ആളിപ്പോൾ വീഡിയോ എടുക്കൽ നിർത്തിയിട്ട് ബിയറൊക്കെ കണ്ടപ്പോൾ അതിൻ്റെ പിന്നാലെ പോയി. എന്നെയും വീഡിയോയും വേണ്ട. ഇവിടെ ഫുൾ ബിയറാണ് ഗായ്സ്. പക്ഷേ ഇവിടെ 0 ആൽക്കഹോളിക്കും ഒരുപാടുണ്ട്. അതുകൊണ്ട് ഇതറിയുന്നവർ വന്ന് എടുത്തിട്ട് കാര്യമുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ വെള്ളം കുടിച്ച പോലെ ഇരിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല, എനിക്ക് 2-3 വട്ടം അബദ്ധം പറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പറയും ഇവിടുത്തെ ബിയർ കുടിച്ചിട്ട് എനിക്കൊന്നും ആവണില്ല, ഇത് ബിയറല്ല, നാട്ടിലത്തെ ബിയറാണ് നല്ലത് എന്നൊക്കെ ഞാൻ പലപ്പോഴും പറഞ്ഞ് നടന്നിട്ടുണ്ട്. പിന്നെയാണ് ആ സത്യം ഞാൻ മനസ്സിലാക്കിയത്, ഇതൊക്കെ നോക്കി വാങ്ങണം എന്നുള്ളത്. ബിയറിൻ്റെ റേറ്റ് ഒക്കെ നമുക്ക് കാണാം 79 സെൻറ്റ്, 94 സെൻറ്റ്, 1.89. ഏകദേശം നാട്ടിലത്തെ റേറ്റ് പ്ലസ് നാട്ടിലത്തേലും കുറവായിട്ടാണ് എനിക്കിവിടെ തോന്നണേ. എന്നാലും കുഴപ്പമില്ല. ഞാൻ ആദ്യം കുറച്ച് സാധനങ്ങളെ വാങ്ങിയിട്ടുള്ളൂ, പക്ഷേ ഇത് വെച്ചിട്ടും എൻ്റെ റെസിപ്പീസ് ഉടനെ വരുന്നതായിരിക്കും. ഇവിടെ നമുക്ക് ചെടികളും ഇതുപോലെ ഓഫറിൽ വാങ്ങാൻ കിട്ടും. ലിഡിൽ ഇവിടെ ഇപ്പം സംഭവം കുറവാണ്. ലാസ്റ്റ് വീക്കൊക്കെ നമുക്കിവിടെ സ്പ്രിങ് തുടങ്ങിയ ടൈമിൽ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഗ്രേപ്സും സ്ട്രോബെറി ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതൊന്നും കാണുന്നില്ല. അതുപോലെ ചെടി നടാൻ ആവശ്യമായ സാധനങ്ങൾ, മണ്ണടക്കം ഇവിടെ എല്ലാവരും വാങ്ങുകയാണ്. ഇവിടുത്തെ സോയിലിൽ ആരും അങ്ങനെ അധികം ചെടികളൊന്നും നട്ടിയാൻ കണ്ടിട്ടില്ല. എല്ലാവരും ഈ വലിയത് ചാക്കുംപടി വാങ്ങിക്കൊണ്ടുപോകും, എന്നിട്ട് അത് നിലത്തിടും, എന്നിട്ട് അവിടെ നടും. അങ്ങനെയൊക്കെയാണ്. എന്താണ് ഇവർ ഉദ്ദേശിക്കണേ അറിയില്ല. ഇവിടുത്തെ മണ്ണിൽ ഞാനും കുറേ നട്ടു നോക്കി, പച്ചമുളക്, പക്ഷേ അതൊന്നും നന്നായി വരാത്തത് കൊണ്ട് എൻ്റെ ഓണർ വാങ്ങി വെച്ച മണ്ണ് അടിച്ചു മാറ്റിയാണ് ഞാനിവിടെ പച്ചക്കറികൾ നടുന്നത്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ലിഡിലിൻ്റെ ഫുൾ സ്ട്രക്ചർ. ഇവിടെ നമുക്ക് അവൈലബിൾ അല്ലാത്ത ഐറ്റംസ് ഒന്നുമില്ല. പച്ചമുളക് കിട്ടില്ല. പച്ചമുളക് നമുക്ക് യൂറോ പാർക്കിൽ മാത്രമേ കിട്ടുള്ളൂ. അവിടെ പോയി അത് വാങ്ങാൻ മാത്രം ഞാൻ അവിടെ പോയ ചരിത്രങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ ഷോപ്പിംഗ് ഇന്നിവിടെ കഴിഞ്ഞു. ബാക്കി നമുക്ക് പിന്നെ കാണാം. ഞാനൊരു ബത്തക്ക വാങ്ങാൻ വന്നതാണ് ഗൈസ്, ബട്ട് ഇത് 2,520 ഉണ്ട്. ഇത് വലിയ ബത്തക്ക ആയതുകൊണ്ട് ഞാൻ എൻ്റെ ബത്തക്ക എന്ന സ്വപ്നം വേണ്ടാന്ന് വെച്ചു. പൈനാപ്പിൾ ഉണ്ട് ഗൈസ്, പൈനാപ്പിൾ നോക്കട്ടെ.
എന്റെ കോസ്റ്റ്യൂമിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഭയങ്കര തണുപ്പാണ്, ചൂടായപ്പോൾ ഒരു AC കിട്ടും. സോ ഞാൻ വെയിലിനെ പ്രണയിച്ച ആളായതുകൊണ്ട് എനിക്ക് തണുപ്പ് പറ്റില്ല കാര്യം. ഗൈസ്, അപ്പം നമ്മൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. നല്ല മടുത്തു, കുറേ നടന്നു. അപ്പം എല്ലാവരും, വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇനിയുള്ള ദിവസങ്ങളിൽ വരുന്ന വീഡിയോസ് എല്ലാവരും കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ.